പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ ഒരു ക്യാമ്പ് മുഴുവൻ അടിച്ചു ചേർത്തിട്ട് പോന്നിട്ടുണ്ട്. അവൻ അതിന് വേണ്ടി ഖുറാൻ പഠിച്ചിട്ടുണ്ട്, അവനവൻ്റെ സർക്കംസ്റ്റൻസ് സുന്നത്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്ത് പോയിട്ട് അതൊരു ഗട്ട്സല്ല മോനെ. ഞാൻ പോലും അവനെ അഡ്മയർ ചെയ്യും. ബിക്കോസ് കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ. പിന്നെ എന്നെ ഞങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അതോ എന്ത് ക്യൂട്ടായിട്ട് അവൻ സംസാരിക്കാന്നറിയാം, വളരെ സോബറായിട്ട്. ഇവൻ എന്നെ കാണാൻ വന്നതാണ്, മോഹിത് ശർമ്മ. അപ്പം മോഹിതിൻ്റെ കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്നത് ഇപ്പം ജനറൽ ആയിരിക്കുന്ന വേണു, കണ്ണൂക്കാരൻ വേണുവായിരുന്നു. അന്ന് അവൻ കേണലായിരുന്നു. അപ്പോൾ വേണുവാണ് എന്നെ വിനുവാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, സാറെ പോകുമ്പം ഇന്ന് ബറ്റാലിയന് താമസിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ കുരുക്ഷേത്രയുടെ റെക്കി കഴിഞ്ഞ് കാർഗിൽ നിന്ന് വരുമ്പോൾ ശ്രീനഗറിൽ ഇവരുടെ യൂണിറ്റിലാണ് താമസിച്ചത്, ഫസ്റ്റ് പാര കമാൻഡർ. അന്ന് രാത്രിയാണ്. ഞാൻ 10 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങും, കള്ളുകൂടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഗസ്റ്റ് റൂം നമ്പർ 1 അതിനകത്ത് കള്ളും എല്ലാം ഉണ്ടായിരിക്കും. ഒരു 11 മണിക്ക് വാതിക്കൽ നോക്ക്, അത് കാശ്മീരിൽ വാതിക്കൽ നോക്കുന്നത് തുറക്കുമ്പോൾ താടിയൊക്കെ ആയിട്ട് വലിയ AK-47 ഉണ്ട്, പിറകിൽ ഒരുത്തനുണ്ട് AK-47 യെസ് സർ, ഐ എം മോഹിത് ശർമ്മ, want to talk to you, sir.